സപ്ലൈകോ നെല്ലെടുക്കാതെ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ മലയോരങ്ങളിലെ കർഷകർ. സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ അനുമതിയോടെ കൃഷി ചെയ്ത നെല്ലാണ് കർഷകരിൽ നിന്നും സംഭരിക്കാതെ കിടന്ന് നശിക്കുന്നതെന്ന് പരമ്പരാഗത നെൽ കർഷകനായ ആലുങ്ങത്തിൽ സലാം പറയുന്നു. ഞാൻ 8 വർഷമായിട്ട് നെല്ല് കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഇത്രയും കാലം ഞങ്ങൾ നെല്ല് സപ്ലൈകോ കയറ്റാൻ നിന്നിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം സപ്ലൈകോ ഞങ്ങൾ ഭയങ്കര ചതിയാണ് ചെയ്തത്. എന്താ വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിയ നെല്ല് വെറൈറ്റി വെച്ചാൽ നല്ല നെല്ല് ഉൽപ്പാദനശേഷി ഉള്ളതും പ്രതിരോധ ശക്തിയുള്ളതായ നെല്ലാണ് ഉണ്ടാക്കിയത്. നല്ല വിളവും കിട്ടി. പക്ഷേ സപ്ലൈകോ പറയുന്നത് മില്ലിയർ എടുക്കണ്ടേ, മില്ലിയർ സപ്ലൈ എടുക്കണ്ടേ, അങ്ങനെ ഞങ്ങൾ ആകെ ദുരിതം. ഇപ്പോൾ നെല്ലിവിടെ കൊയ്തിട്ടിട്ട് മൂന്ന് മാസത്തോളമായി. സ്ഥലം MLA-നേറ്റും നിലമ്പൂർ MLA, വണ്ടൂർ MLA-റ്റും വണ്ടൂർ ഇതുപോലെ കൃഷി ചെയ്ത കർഷകരുണ്ട്. അവരിതേ കഷ്ടപ്പാടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇനി ആരോട് സംഘടന മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, അതിന് മറുപടി കിട്ടിയിട്ടില്ല. മന്ത്രിമാർക്ക് നിവേദനമായിട്ട് കൊടുത്തു, അതിന് നമുക്കില്ല. ഇനി ഞങ്ങൾ ആർക്കാ കൊടുക്കേണ്ടി വരുന്നില്ലാണ് നമുക്ക് മേലധികാരികളെ ഉണർത്തേണ്ടത്. സപ്ലൈകോയെ വിശ്വസിച്ചാണ് 7 ഏക്കർ സ്ഥലത്ത് സലാം നെൽകൃഷി നടത്തിയത്. നല്ല വിളവും ലഭിച്ചു. 55 കിലോയുടെ 170 ചാക്കുകളിലായി നിറച്ച നെല്ലാണ് മൈലാടി റോഡരിയിൽ കിടന്ന് നശിക്കുന്നത്. പ്ലാസ്റ്റിക് ടാർപ്പായകൾ കൊണ്ട് മൂടിയാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും എലികൾ ചാക്കുകൾ കീറി നെൽ നശിപ്പിക്കുകയാണ്. മന്ത്രിമാരായ PK ബഷീർ, AP അനിൽകുമാർ, നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് എന്നിവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാം എന്ന മറുപടിയല്ലാതെ ഒന്നും ഉണ്ടായില്ല. 3 മാസമായി നെല്ല് വിൽക്കാൻ കഴിയാതെ നശിക്കുകയാണ്. കർഷകരുടെ വോട്ട് വേണം, പക്ഷേ കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ല. സപ്ലൈകോയുടെ സമ്മതത്തോടെ വൈറ്റ് ഗ്രേയിൽ 055 നെല്ലാണ് കൃഷി ചെയ്തത്. സപ്ലൈകോ മില്ലുകൾക്ക് കൊടുക്കാൻ പറയുന്നു. മില്ലുകൾ വെള്ളേരിയുടെ നെല്ല് വേണ്ടെന്ന് പറയുന്നു. കർഷകർ എന്തു ചെയ്യും? ബാങ്ക് വായ്പ എടുത്താണ് കൃഷി ഇറക്കിയത്. പാട്ടത്തുകയായ 55,000 രൂപ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സലാം പറഞ്ഞു. നെൽകൃഷി ഉപേക്ഷിക്കുകയാണെന്നും ഈ കർഷകൻ പറയുന്നു. ഷെക്കൈന ന്യൂസ്, മലപ്പുറം.